പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ചിന്തിപ്പാനുള്ളത് പ്രൈസ് ദി ലോർഡ് 2 തിമോത്തിയോസ് 3:12 വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മനോഹരമായ ഒരു ദിവസം കൂടി ജീവിതത്തിൽ നൽകി തന്ന ദൈവത്തിന് നന്ദി പറയാം. 2 തിമോത്തിയോസ് 3 നാം വായിക്കുന്ന പോലെ ഈ അധ്യായം പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അപകടകരമായ സമയവും അമൂല്യമായ സത്യവും. അപകടകരമായ സമയത്ത് വിവേകം ആവശ്യമാണ്. ഒന്നാമത്, അന്ത്യകാലത്തെ അപകടകരമായ സമയം. അന്ത്യകാലത്ത് ആമേൻ ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അന്ത്യകാലത്തെ മനുഷ്യൻ്റെ അവസ്ഥയുടെ വിവരണം. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും. ആമേൻ. അന്ത്യകാലത്തെ വഴിതെറ്റിയ തലമുറയുടെ തന്ത്രം. ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. പ്രൈസ് ദി ലോർഡ്. വീടുകളിൽ നൂണുകടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord, hallelujah. Amen. Lord, hallelujah. Praise the Lord. യേശുവേ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് തുടർന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് സ്തോത്രം. എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. ഇത്തരത്തിൽ വഴിതെറ്റിയ സമൂഹത്തിൻ്റെ ഒരു ഉദാഹരണം എന്നേസും എബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരുമത്രേ. അവർ അധികം മുഴുക്കിയില്ല. മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും. ഹല്ലേലൂയ. എതിർപ്പിനും പ്രയാസങ്ങൾക്കും മധ്യേ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക. അതായത് ഉപദ്രവവും കർത്താവിനെ അനുഗമിക്കലും. ആമേൻ. നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും യുസ്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവം കഷ്ടാനുഭവം കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, എല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ദുഷ്ടന്മാരുടെ രീതികളും ഭക്തരായ മനുഷ്യരുടെ രീതികളും. ആമേൻ. ദുഷ്ടന്മാരും മായാവികളും വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നവരും. നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്തതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിൽ നിലനിൽക്കുക. ആമേൻ. വിശുദ്ധ തിരുവെഴുത്തുകളിൽ ആത്മവിശ്വാസത്തോടെ മുന്നേറണം. എല്ലാ തിരുവെഴുത്തും
ദൈവസ്വാസ്യമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗൂഢീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും ആമീൻ പ്രയോജനമുള്ളത് ആകുന്നു. ആമീൻ. പ്രിയരെ, ക്രിസ്തുയേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും എന്ന് നാം നേരത്തെ പഠിച്ചതുപോലെ സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും വ്യക്തികളുടെയും വ്യത്യാസത്തിൽ പീഡനങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. ശാരീരിക കഷ്ടതകളും വിദ്വേഷങ്ങളും വിവേചനങ്ങളുമായിരിക്കാം. ആ പീഡകൾ ഒരു നിശ്ചിത അളവിൽ എല്ലാ വിശ്വാസികൾക്കും ഇത്തരം പരീക്ഷകൾ കുറേയൊക്കെ സഹിക്കേണ്ടി വന്നേക്കാം. എങ്കിലും ദൈവവചനത്തിൽ ഉറച്ച വിശ്വാസത്തിൽ നിന്നും പിന്മാറാതെ വിശ്വാസത്തിൽ വളർന്നു വരുവാൻ നമുക്കിടയാകട്ടെ. ആമേൻ. ദൈവം അതിനായി നമുക്കിങ്ങനെ ഏറ്റുപറയാം: ഞാൻ ക്രിസ്തുവിൽ ജയാളിയാണ്. ഞാൻ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവഹിതം മാത്രമേ എന്നിൽ നിറവേറ്റുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ആവശ്യമായ എല്ലാ നന്മകളും തരുവാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യവും വിടുതലുമുണ്ടെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് കീഴ്പ്പെട്ടും അത് ഏറ്റുപറഞ്ഞും കർത്താവിൽ വിശ്വസിച്ചും നമുക്ക് മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം.